30 വർഷം തൊഴിലുടമ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ 73കാരനെ വെറുതെ വിട്ടിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. മഹാരാഷ്ട്ര സ്വദേശിയായ ലാൽചന്ദ് സിരുമൽ ബോജ്വാനിക്കെതിരായ ബലാത്സംഗ കേസാണ് കോടതി തള്ളിയത്. ഉഭയസമ്മതത്തോടെയാണ് രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതെന്നും ബന്ധം വഷളായപ്പോഴാണ് കേസുമായി രംഗത്തെത്തിയതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഉത്തരവ്. 1987 മുതൽ പരാതിക്കാരി ജോലി ചെയ്ത കമ്പനിയുടെ ഉടമയാണ് ലാൽചന്ദ്. അന്നുതൊട്ട് കമ്പനി പ്രവർത്തനം നിർത്തുന്ന 2017 വരെ ഇയാൾ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. കല്യാൺ, ഭിവണ്ടി ഉൾപ്പെടെ മുംബൈയിലെ വിവിധയിടങ്ങളിലെ ഹോട്ടലുകളിൽ കൊണ്ടുപോയായിരുന്നു പീഡനം നടന്നതെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. 1987 ജൂലൈയിലായിരുന്നു പീഡന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത്. ഒരവധി ദിവസം ഓഫീസിലെത്താൻ ലാൽചന്ദ് ആവശ്യപ്പെട്ടു. ഓഡിറ്റിംഗ് നടക്കുന്നതിനാൽ ബില്ലുകൾ ശരിയാക്കാനുണ്ടെന്നായിരുന്നു കാരണം പറഞ്ഞത്. നിർദ്ദേശപ്രകാരം ഓഫീസിലെത്തുകയും ജോലി ആരംഭിക്കുകയും ചെയ്തു. ഈ സമയത്ത് സ്ഥലത്തെത്തിയ ലാൽചന്ദ് അപ്രതീക്ഷിതമായി ജീവനക്കാരിയെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് ഓഫീസിലെ ടേബിളിൽ കിടത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. ബഹളം വെച്ചപ്പോൾ വായിൽ തുണി തിരുകിയും പീഡനം തുടർന്നു. ഒടുവിൽ പീഡന വിവരം പുറത്തു പറയുകയോ പരാതി നൽകുകയോ ചെയ്യരുതെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അന്ന് പറഞ്ഞുവിട്ടത്. ഇതിനുശേഷവും പലയിടങ്ങളിൽ നിർബന്ധിച്ചു കൊണ്ടുപോയി പീഡനം തുടർന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. രണ്ടാം ഭാര്യയാണെന്നും നല്ല പോലെ നോക്കാമെന്നും എപ്പോഴും പറയുമായിരുന്നു. 1993 ജീവനക്കാരുടെ കഴുത്തിൽ താലിമാല കെട്ടി രണ്ടാം ഭാര്യയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റാരെയും വിവാഹം കഴിക്കരുതെന്നും ചെയ്താൽ അവിഹിത ബന്ധം പുറത്തു പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. 1996 പ്രതിക്ക് ഹൃദയാഘാതം സംഭവിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ കമ്പനി നോക്കി നടത്തിയത് പരാതിക്കാരിയായിരുന്നു. 2017 അർബുദബാധിതയായ അമ്മയുടെ ചികിത്സയ്ക്കായി ജോലിയിൽ നിന്ന് അവധിയെടുത്തു പരാതിക്കാരി. എന്നാൽ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കമ്പനിക്ക് മുന്നിലെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് സ്ഥാപനം അടച്ചുപൂട്ടിയ വിവരം അറിയുന്നത്. ഇതേ തുടർന്ന് ഉടമയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കമ്പനിയിൽ നിന്നുള്ള വിവിധ രേഖകൾ ആവശ്യപ്പെട്ടിട്ടും ലഭിച്ചതുമില്ല. ഇതോടെ വീട്ടിൽ വിവരം അറിയിച്ചു. ഇരുവരും തമ്മിലുള്ള രഹസ്യബന്ധത്തെക്കുറിച്ചെല്ലാം വെളിപ്പെടുത്തി. ഇതോടെ പരാതിക്കാരിയുടെ പിതാവ് ലാൽചന്ദിന്റെ വീട്ടിൽ നേരിട്ടെത്തി. കുറ്റം സമ്മതിച്ച ഇയാൾ ബന്ധം തന്റെ ഭാര്യയെയും കുടുംബത്തെയും അറിയിക്കരുതെന്ന് അപേക്ഷിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷവും മാസങ്ങൾ കഴിഞ്ഞിട്ടും വാഗ്ദാനങ്ങളൊന്നും പ്രതി പാലിച്ചില്ല. ഇതോടെ ഇവർ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഉഭയസമ്മതപ്രകാരമായിരുന്നു ലൈംഗിക ബന്ധമെന്ന് വാദിച്ച് ലാൽചന്ദ് ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ബലാത്സംഗ കേസ് റദ്ദാക്കണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. ഈ ഹർജിയിലാണ് ഇപ്പോൾ ജസ്റ്റിസുമാരായ അജയ് ഗഡ്കരി, നീല ഗോഖലെ എന്നിവരുടെ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. ഉഭയസമ്മതപ്രകാരം രഹസ്യബന്ധം തുടരുകയും പിന്നീട് ബന്ധം വഷളായ ശേഷം ബലാത്സംഗ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതും ഇപ്പോൾ പതിവാണ്. അതിന്റെ ഉത്തമോദാഹരണമാണ് ഈ കേസെന്നാണ് വിധിന്യായത്തിനിടെ കോടതി നിരീക്ഷിച്ചത്. പ്രായപൂർത്തിയായ ആളാണ് പരാതിക്കാരി. ബഹുഭാര്യത്വം നിയമവിരുദ്ധമാണെന്ന് അവർക്കറിയാം. ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞ ശേഷം വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെന്ന് പരാതിയിലും ആരോപിക്കുന്നില്ല. ഇതിനു പുറമെ നീണ്ട 3 പതിറ്റാണ്ടിനിടെ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനും പരാതി നൽകാനും നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും പരാതിക്കാരി ശ്രമിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്നായിരുന്നു ലാൽചന്ദിനെതിരായ ബലാത്സംഗ കേസ് കോടതി തള്ളിയത്.